എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് ഒരു പേനയും ബുക്കും ഒക്കെ എടുത്ത് ടീച്ചർമ്മ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയെടുത്ത് അതിനെയൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ ലൈഫ് മാറില്ല. പറഞ്ഞു തരുന്നത് ഓരോന്നും ലൈഫിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ലൈഫ് മാറുക. അപ്പോ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങൾക്ക് 1 കോടി രൂപ നേടണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിലും ഈസി ആയിട്ട് നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. കാര്യം ഞാൻ സ്ക്രാച്ചിൽ നിന്നും മില്യനെയർ ലെവലിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും 1 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് ഒരു ഭയങ്കര വലിയ എമൗണ്ട് ആയിട്ട് തോന്നും. എത്ര പേർക്ക് തോന്നുന്നുണ്ടോ, അയ്യോ അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അതൊരു വലിയ എമൗണ്ട് ആണല്ലോ 1 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഭയങ്കര ചിലർക്ക് തല കറങ്ങും. അത്രയും വലിയ എമൗണ്ട് ഒക്കെ എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടൂ. അങ്ങനെ ചിലർക്കെങ്കിലും ഒക്കെ അങ്ങനെ തോന്നൽ കാണും, വലിയ എമൗണ്ട് ആണ് എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെയുള്ള ചിന്തയുള്ളവര്. ഓക്കെ, തീർച്ചയായിട്ടും ആർക്കും അതിന് കഴിയും കേട്ടോ. അപ്പോ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ സുജ ആർ മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. അപ്പോ ഇന്ന് ഞാൻ പറയുന്നത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാത്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ 1 crore ഗോളിലേക്ക് എത്താനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. ഇത് ശരിക്കും ഒരു ഡ്രീം അല്ല, ഇത് ശരിക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരുടെയും ഡ്രീമാണ് 1 crore അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ അതിൽ ഒന്നാമതായിട്ട് വേണ്ടത് ചേഞ്ച് യുവർ മണി മൈൻഡ് സെറ്റ്. അതായത് പലരുടെയും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെൽത്ത് സ്റ്റാർട്ട്സ് ഇൻ ദ മൈൻഡ് ബിഫോർ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. എന്താ പറഞ്ഞത്? സമ്പത്ത് എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാ? മനസ്സിനകത്താ. ബിഫോർ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ വരുന്നതിന് മുമ്പ് അത് ആദ്യം എവിടെ വരണം? നമ്മുടെ മനസ്സിൽ വരണം. മനസ്സിൽ ആ സമ്പത്ത് ഉണ്ടെങ്കിലേ നമുക്ക് ബാഹ്യ ലോകത്ത് അത് അനുഭവിക്കാൻ പറ്റും. അപ്പോ നിങ്ങൾക്ക് മണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മനസ്സിൽ നിന്ന് കളയുക. അതുപോലെ മണി അഫർമേഷൻസ് നമ്മുടെ ചാനലിൽ ടീച്ചർമാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലുള്ളതും ഉണ്ട്, മലയാളത്തിലുള്ളതും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കണം. മണി അഫർമേഷൻസ് കേട്ടിട്ട് ആ വീഡിയോയുടെ താഴെ നോക്കിയാൽ ഓരോരുത്തരും മണി മാനിഫെസ്റ്റ് ചെയ്ത സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ നമുക്ക് ലോങ് ടേമിൽ നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ തിങ്ക് ഇൻ ലാക്സ്. നമ്മൾ ലക്ഷങ്ങളിൽ ചിന്തിക്കാം. ഇപ്പൊ നമുക്ക് ലാക്സ് പെർ മന്ത്, മാസം നമുക്കൊരു ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് വരണം. അതൊരു സാലറിന്ന് നമുക്ക് ഉണ്ടാക്കാൻ അത്രയും വലിയ എമൗണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു മാർഗം, ഒരു ബിസിനസ്സോ എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സക്സസ് സ്റ്റോറീസ്. നമ്മൾ ആളുകളുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണുമ്പോൾ അവർ സ്ക്രാച്ച് ചെയ്യുന്നു, സീറോയിൽ നിന്നും ഇത്രയും വലിയ ലെവലിലേക്കൊക്കെ എത്തി, മില്യനെയർ ലെവലിലേക്കൊക്കെ എത്തിയ സ്റ്റോറീസ് കാണുമ്പോൾ നമുക്കും ഒരു വിശ്വാസം വരിക, അവർക്കൊക്കെ അത് പറ്റിയെങ്കിൽ നമുക്കും പറ്റും എന്നുള്ള വിശ്വാസം. മണി മേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നമ്മളത് വായിക്കണം. പലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയില്ല ഈ ഒരു സ്കില്ല്. പലരും ചിന്തിക്കുന്ന എന്താണെന്ന് അറിയാം, എന്നെ മറ്റുള്ളവർ സഹായിക്കണം, എന്റെ ബന്ധുക്കളുടെ കയ്യിലൊക്കെ ഒത്തിരി പൈസയുണ്ട്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ പൈസ ഉണ്ട്, അവരെന്താ എന്നെ സഹായിക്കുക, എല്ലാവരും എന്നെ ഇങ്ങനെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. നമ്മളത് മാറ്റണം. കാര്യം ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ ഒരാൾക്ക് സഹായിക്കാൻ പറ്റും, അല്ലെ? അപ്പോ നമ്മൾ സ്വന്തമായിട്ട് വെൽത്ത് ഉണ്ടാക്കേണ്ടത് എല്ലാവരുടെയും സബ് കോൺഷ്യസ് മൈൻഡിന് പണം ഉണ്ടാക്കാനായിട്ട് ഒരുപോലെ കഴിവുണ്ട്. ചിലരെന്ത് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുത്ത് കണ്ട്, ക്ലാസ്സുകൾ എടുത്ത് പഠിച്ച്, പുസ്തകങ്ങൾ വായിച്ച്, അവര് നല്ല രീതിയിൽ മെന്ററുടെ ഹെൽപ്പ് ഒക്കെ എടുത്ത് അവർ ആ ലെവലിലേക്ക് എത്തും. ചിലർ അതിനുവേണ്ടി ശ്രമിക്കുകയും നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന് ചിന്തിക്കും. നമുക്കറിയാം എവറിത്തിങ് ഈസ് മൈൻഡ് സെറ്റ്, അല്ലെ? നമ്മളെ കൊണ്ടൊരു കാര്യം പറ്റൂല എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും പറ്റില്ല. ചിലര് മനസ്സിൽ അങ്ങ് കരുതും, 1 കോടി രൂപ അല്ലെങ്കിൽ കോടീശ്വരനാവും, എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ് എന്ന് ചിലർ ചിന്തിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? മനസ്സ് നടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുക. അപ്പൊ നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാണുക, ഒരു മെന്ററുടെ ഹെൽപ്പ് എടുക്കുക. നിങ്ങള് മന്ത്ലി ഇൻകം ഗോള് നിങ്ങളുടെ എത്രയാണെന്ന് എല്ലാവരും കമന്റ് ബോക്സിലേക്ക് ഇട്ടേ. നിങ്ങൾക്ക് മാസം എത്ര രൂപ വേണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങളുടെ മന്ത്ലി ഇൻകം ഗോൾ എത്രയാണെന്ന് കമന്റിലേക്ക് ഇടും. ഓക്കെ, അപ്പോ എല്ലാവരും ഇട്ടോണ്ടിരിക്കും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് പാത്ത് ടു ഏൺ 1 crore. നമുക്ക് എങ്ങനെ 1 കോടിയിലേക്ക് എത്താം?
അപ്പോ 1 കോടിയിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു ഹൈ ഇൻകം സ്കില്ല് പഠിച്ചിരിക്കണം. പലരും വിചാരിക്കും ഈ 1 ക്രോറിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ഈസി വേ ഉണ്ടോ, നമുക്ക് എങ്ങനെയാ അത് എത്താൻ പറ്റുമോ, എനിക്ക് എത്താൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചിന്തകളും മനസ്സിലുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഒരു ഹൈ ഇൻകം സ്കില്ല് നമ്മൾ നേടുക. അതായത് നമുക്ക് ഫ്രീലാൻസിങ് ചെയ്യാം. യൂട്യൂബിലൊക്കെ സക്സസ്ഫുൾ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ലക്ഷങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുന്ന ലെവലുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വളരെ നല്ലതായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളാണ്. നമുക്ക് ഈസി ആയിട്ട് ലക്ഷങ്ങൾ നേടാം. അതുപോലെ തന്നെ കോച്ചിങ്, നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സിൽ പങ്കെടുത്ത് ലൈഫ് കോച്ചിങ് ടീച്ചർമാർ കോച്ചിങ് കൊടുത്ത് ഓരോ സ്റ്റുഡൻസും അവര് പ്ലാറ്റിനത്തിൽ അടച്ച ഫീസൊക്കെ അവർക്ക് മുതലായി കഴിഞ്ഞു. അത്രയും നല്ല ലെവലില് അവര് സമ്പാദിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ കോച്ചിങ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മാസം 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ബിസിനസ് പാത്ത്. അതായത് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ് നിങ്ങൾ ആരംഭിക്കാം. ആ ബിസിനസ് ആരംഭിച്ചപ്പോ ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും. ടീച്ചറമ്മയ്ക്ക് പറഞ്ഞുതരാൻ പറ്റും നിങ്ങൾ ഇന്നത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എനിക്ക് എന്ത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും. ആളുകൾ നമുക്ക് പൈസ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ കൊടുക്കണ്ടേ. അപ്പൊ അതിന് പകരമായിട്ട് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നല്ലൊരു ബിസിനസ് ആയിരിക്കും നമ്മൾ ചിന്തിക്കാം. ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിനെ ഇങ്ങനെ സ്കെയിലപ്പ് ചെയ്ത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഹെൽപ്പും അതുപോലെ പെയ്ഡ് ആഡ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് അതിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ പാസീവ് ഇൻകം പാത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പിന്നെ SIPs അല്ലെങ്കിൽ സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇതൊക്കെ ഇതിന് സഹായിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ മാസം ഒരു 1 ലക്ഷം രൂപ 1 lakh പെർ മന്ത് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ അതിനെ സേവ് ചെയ്യോ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ അതൊരു 50,000 രൂപ നമ്മൾ സേവ് ചെയ്യോ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു 5 വർഷം കൊണ്ട്, 3 വർഷം മുതൽ 5 വർഷം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് 1 കോടി രൂപ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമുക്കൊരു കറോർപ്പതിയായി മാറണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മില്ലനെയറായി മാറണമെങ്കിൽ മില്ലനെയേഴ്സിന് കുറെ ശീലങ്ങളുണ്ട്. നമ്മൾ ആ ഒരു ഹാബിറ്റ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലനേഴ്സിന്റെ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വേക്കപ്പ് ഏർലി ആൻഡ് ദേ പ്ലാൻ ദെയർ ഫിനാൻസസ് ഡെയിലി. അവര് രാവിലെ എഴുന്നേൽക്കുക, അവരിങ്ങനെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് അതിനെക്കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുകയല്ല. അവര് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കൃത്യമായിട്ടുള്ള അവരുടെ ഫിനാൻഷ്യൽ ഗോള് സെറ്റ് ചെയ്യും. അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. അതുപോലെ രണ്ടാമത്തത് റീഡ് അബൌട്ട് മണി. അവർക്ക് എങ്ങനെ പണം സമ്പാദിക്കാം, തങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, കൂടുതൽ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും, അവര് പണം കൂടുതൽ സമ്പാദിക്കുന്നതിനെ കുറിച്ച് അവര് പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവര് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, എങ്ങനെ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, കൂടുതൽ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന സ്കില്ലുകളൊക്കെ ലഭിക്കുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവര് അവോയ്ഡ് അൺനെസസറി എക്സ്പെൻസസ്, ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ കട്ട് ചെയ്യും. അൺനെസസറി ആയിട്ടുള്ള ചെലവുകളിലേക്കൊന്നും ഇവര് പോവില്ല. അതുപോലെ തന്നെ ഇവര് ട്രാക്ക് നെറ്റ് വർത്ത് മന്ത്ലി, ഓരോ മാസവും തങ്ങളുടെ നെറ്റ് വർത്ത് കൃത്യമായിട്ട് അവർ ട്രാക്ക് ചെയ്യും. അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ വരുമാനം ഇത്രയാണ്, ഇതിന്റെ എക്സ്പെൻസ് ഇത്ര പോകുന്നുണ്ട്, ഇന്നത് ചെയ്താൽ ഇന്നതിലേക്ക് എത്താൻ പറ്റും. അത് കറക്റ്റ് പ്ലാനിങ് ഉണ്ട്. അതുപോലെ തന്നെ അവര് പുതിയ ഇൻകം സോഴ്സസ് ജനറേറ്റ് ചെയ്യാനായിട്ട് അവര് പുതിയ ഇൻകം സ്കിൽസ് പഠിച്ചുകൊണ്ടേയിരിക്കും. പലരും ചിന്തിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് ഒരാള് മില്ലനെയർ ആയി തീരുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഭാഗ്യം കൊണ്ടല്ല. അപ്പോ ഞാൻ എന്റെ ലൈഫില് ഞാൻ സക്സസ്ഫുൾ ആയപ്പോൾ പലരും നമ്മളെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത, ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മൈൻഡ് പവറിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്ത പലരും പറഞ്ഞു അവരുടെ ലൈഫില് സുജിയുടെ ലൈഫിൽ ഭയങ്കര അത്ഭുതം സംഭവിച്ചു, അല്ലെങ്കിൽ അവളുടെ ഭാഗ്യം തെളിഞ്ഞത് കൊണ്ടാണ്, ജാതകത്തിൽ നല്ല സമയം തെളിഞ്ഞത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പലരും പറയുകയുണ്ടായി. ശരിക്കും ഇതൊന്നും ഭാഗ്യം കൊണ്ട് ഉണ്ടായതല്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് പുറം ലോകത്ത് വന്നപ്പോഴാണ് എല്ലാവരും കാണുമ്പോൾ അവർക്ക് തോന്നുക ഇതൊക്കെ നമ്മുടെ ഭാഗ്യം കൊണ്ടുണ്ടായത്, ഒറ്റ ദിവസം കൊണ്ട് വന്നില്ല. ഇതിന് നമ്മുടെ മനസ്സിൽ അതുപോലെ പ്രോസസ്സ് നടക്കണം. വെൽത്ത് നമ്മുടെ മനസ്സിനകത്ത് സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാഹ്യ ലോകത്ത് അനുഭവിക്കാൻ പറ്റൂ. ഇനി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ വെൽത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് നോക്കാം. ഒന്നാമതായിട്ട്
വിഷ്വലൈസ് യുവർ ബാങ്ക് അക്കൗണ്ട് വിത്ത് 1 crore. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടില് എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടില് 1 കോടി രൂപ നോക്കി, ആ പൂജ്യങ്ങളുടെ എണ്ണം നോക്കിയേ. 5, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 1 കോടി. കണ്ടോ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കണ്ടോ? അത്രയും രൂപ ഉള്ളതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ആ ഫീലിംഗിലേക്ക് എത്തിയേ. മനസ്സിൽ അതൊന്ന് ചിന്തിച്ച്, അത്രയും രൂപ എന്റെ പക്കലുള്ളപ്പോ നിങ്ങളുടെ ആത്മവിശ്വാസം എന്തായിരിക്കും, സന്തോഷം എന്തായിരിക്കും, അതൊന്ന് ഫീൽ ചെയ്തേ. യെസ്, സ്ലോലി ഓപ്പൺ യുവർ ഐസ്. എന്താ ഫീൽ ചെയ്യുന്നത്? ചാറ്റ് ബോക്സിലേക്ക് ഇടൂ. സന്തോഷമായില്ലേ? ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം വർദ്ധിച്ചു അല്ലെ? അതുപോലെ നമുക്ക് ഡെയിലി സ്ക്രിപ്റ്റിംഗ് ചെയ്യാം. ടീച്ചർമ്മ 11x11 ടെക്നിക്ക് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമ്മൾ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഐ ഹാവ് 1 crore rupees, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് 11x11 ടെക്നിക്ക് യൂസ് ചെയ്യാം. സ്ക്രിപ്റ്റിംഗ് അതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ലൈഫിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള എത്രയോ പണമുണ്ട്, അതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ രൂപയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. ദൈവമേ, എനിക്ക് പണം കൊണ്ട് നമ്മൾ നേടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പണം കൊണ്ട് നേടിയിട്ടുള്ളത് അല്ലെ? നമ്മൾ 3 നേരം അന്നം കഴിക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടല്ലേ? നമ്മുടെ മക്കൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കും, നമ്മുടെ പേരൻസ് നമുക്ക് എഡ്യൂക്കേഷൻ തന്നു അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആയാലും ലാപ്ടോപ്പ് ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക്, പേന, എവറിത്തിങ് എല്ലാം വരുന്നത് പൈസയിലൂടെ അല്ലേ? അപ്പൊ നമ്മൾ പണം കൊണ്ട് നേടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതുപോലെ തന്നെ മണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കണം. അതുപോലെ കറക്റ്റ് ആയിട്ട് ബി സ്പെസിഫിക്. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് 1 കോടി രൂപ വേണം, നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം. എനിക്ക് എന്തിനാണ് 1 കോടി രൂപ നേടേണ്ടത് എന്നുള്ളത് കറക്റ്റ് നിങ്ങളുടെ മനസ്സിൽ അതിനുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. അടുത്തതെന്ന് പറയുന്നത് അലൈൻ യുവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. ഇവിടെയാണ് പലർക്കും പ്രശ്നം വരുന്നത്. എന്താണ്? ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരുപോലെ അലൈൻഡ് ആകണം, എങ്കിലേ മാനിഫെസ്റ്റേഷൻ നടക്കും. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടില്ല. പല വീഡിയോസിന് താഴെ പലരും എഴുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഞാൻ ഈ ടെക്നിക്ക് ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞ പലർക്കും ഇതൊന്നും വിശ്വാസമില്ല. അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നു, നമുക്ക് ഈ ജന്മം 1 കോടീശ്വരനാകാൻ പറ്റില്ല എന്ന് ചിന്തിച്ചാലും മനസ്സെന്ത് ചെയ്യും? നമുക്ക് ഒരിക്കലും നേടിത്തരാതിരിക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് മുന്നിൽ അടയ്ക്കും. നേരെ മറിച്ച് എന്നെ കൊണ്ട് പറ്റും, ഞാൻ വിചാരിച്ചാൽ എനിക്ക് 1 കോടിയിലേക്ക് എത്താൻ പറ്റും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് പോസിബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ അതിന് അലൈൻഡ് ആകണം. നിങ്ങൾക്ക് മില്ലനിയർ ആകണം, നിങ്ങൾ അതായി കഴിഞ്ഞ ഫീലിംഗിലേക്ക് നിങ്ങൾ എത്തണം. അതുപോലെ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പറയുന്നത്, നമ്മളിപ്പോ ഒരു കോടീശ്വരനാണെങ്കിൽ എപ്പോഴും എന്റെ കൈ പൈസ ഇല്ല, ഞാൻ 2 അറ്റം കൂട്ടി മുട്ടിക്കാൻ ബുദ്ധിമുട്ടുകയാണ്, ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ പറയില്ല. അപ്പൊ നമുക്കത് ആയി തീരണമെങ്കിൽ നമ്മൾ ആയി കഴിഞ്ഞതായിട്ടുള്ള ഫീലിംഗിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ വാക്കുകൾ അങ്ങനെ ആയിരിക്കണം, നമ്മുടെ പ്രവർത്തികളും അങ്ങനെ ആയിരിക്കണം. ഒരു കോടീശ്വരന്റേതായിട്ടുള്ള പ്രവൃത്തികളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മള് അഫർമേഷൻ ആയിട്ട് ഐ എം എ മില്ലനെയർ എന്ന് പറയുകയും പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത രീതിയിലുള്ള ചിന്തയും വാക്കും പ്രവൃത്തിയാണെങ്കിൽ ഇത് രണ്ടും നടക്കില്ല. പലർക്കും എന്ന് വെച്ചാൽ വിശ്വാസമില്ല. രണ്ടാമെന്ന് വെച്ചാൽ ഈ തോട്ട്സും വേർഡ്സും ആക്ഷൻസും തമ്മിൽ അലൈൻഡ് ആവില്ല. അവർ ഒരു സൈഡിൽ കൂടെ അഫർമേഷൻ പറയും, മറ്റൊരു സൈഡിൽ കൂടെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുമോ, അതിനിപ്പോ എവിടെ നിന്ന് വരാനായിരിക്കും, ഇപ്പൊ ജോലി ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്റെ ജോലിയിൽ നിന്ന് അത്രയും പൈസ വരില്ലല്ലോ, ഞാൻ ബിസിനസ് തുടങ്ങി എന്ത് ചെയ്യാൻ, ഇങ്ങനെ 100 ഡൗട്ട്. അപ്പൊ ഇവിടെ ഒരു സൈഡിൽ കൂടെ കുറച്ചു നേരം അഫർമേഷൻ പറഞ്ഞു, ബാക്കി സമയം മൊത്തം എന്ത് ചെയ്യണം, അവർ നെഗറ്റീവ് ചിന്തിക്കണം. അതുകൊണ്ടാണ് പലർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. നമ്മൾ വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് തീർച്ചയായിട്ടും 100% അതിന് റെസ്പോണ്ട് ചെയ്യുക തന്നെ ചെയ്യും. അടുത്തത് ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗോൾ ട്രാക്കർ. സെറ്റ് യുവർ 1 crore ഗോൾ ഡെഡ് ലൈൻ. നിങ്ങൾക്ക് എത്ര നാളിനുള്ളിൽ 1 കോടി നേടണം എന്നുള്ള ഒരു ഡെഡ് ലൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. എനിക്കൊരു 3 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 5 വർഷങ്ങൾ, എനിക്ക് 1 വർഷം കൊണ്ട്, എത്ര നാൾ കൊണ്ട് നേടണം എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തീരുമാനിക്കും. ഓരോരുത്തരും ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് എത്ര നാൾ കൊണ്ട് നിങ്ങൾക്ക് 1 കോടി രൂപ നേടണം എന്നുള്ളത്. ചിലർക്ക് തോന്നും 6 മാസം കൊണ്ട്, അല്ലെ 1 വർഷം കൊണ്ട്, അല്ലെ 2 വർഷം കൊണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിൽ ആദ്യം ഗോള് സെറ്റ് ചെയ്തെങ്കിലേ, നമ്മൾ ഗോള് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താണ്ടല്ലോ തീർച്ചയായിട്ടും 100% നമുക്കത് നടന്നിരിക്കും. അപ്പോ നിങ്ങൾ ഓരോരുത്തരും ചാറ്റ് ബോക്സിലേക്ക് ഇടുക, എത്ര നാളുകൊണ്ട് ഒരു ഡെഡ് ലൈൻ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് എത്ര നാളുകൊണ്ട് ഈ 1 crore എത്തണം. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, ഗോളിനെ മുറിക്കുക. അതായത് ഡിവൈഡ് ഇറ്റ്, ഹൗ മച്ച് പെർ മന്ത്, ഓരോ മാസവും എനിക്ക് എത്ര ഏൺ ചെയ്യണം. ആലോചിച്ച് നോക്കിയേ, എനിക്കൊരു മാസം എത്ര ഏൺ ചെയ്യണം.
അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് യുവർ സ്കിൽ ഓർ പാത്ത്. വെറുതെ നമ്മളിലേക്ക് പൈസ വരില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് സ്കില്ലാ പഠിക്കേണ്ടത്? എനിക്കില്ലാത്ത ഏത് സ്കില്ല? എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള സ്കിൽ ഇല്ലെങ്കിൽ അത് പഠിക്കണം. ഏതാണ് എനിക്ക് പറ്റിയത്? നിങ്ങളുടെ കറക്റ്റ് സ്കിൽ അല്ലെങ്കിൽ പാത്ത് നിങ്ങൾ കണ്ടുപിടിക്കാം. നാലാമത്തത് മോണിറ്റൈസ് ഇറ്റ്. നിങ്ങൾ അതിനെ ശരിക്കും മണി ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് കൊണ്ടുവരാം. ഒരു ബിസിനസ് ആണെങ്കിലും കോച്ചിങ് ആണെങ്കിലും ഫ്രീലാൻസിങ് ആണെങ്കിലും എന്താണെങ്കിലും അതിനെ മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്നും ഇൻകം ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ എത്തുക. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേ കൺസിസ്റ്റന്റ്. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാം? ക്ലാസ് ഒക്കെ കേട്ട് ആവേശത്തോടു കൂടി കുറച്ച് ദിവസം ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇതെല്ലാം മറന്ന് ട്രാക്ക് ചെയ്ത് അങ്ങ് പോകും. നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എനിക്ക് ആ 1 crore അച്ചീവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ടീച്ചറമ്മയോട് പറയണം, ടീച്ചറമ്മ അന്ന് ഞാൻ സെറ്റ് ചെയ്ത ഗോളാ, എനിക്ക് 1 crore എത്തണം, ഞാൻ ദേ 1 crore എത്തി എന്ന് പറയണം. എത്ര പേര് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ്? ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് ചാറ്റ് ബോക്സിൽ കിട്ടെ. എത്ര പേര് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഞാൻ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആ 1 crore എത്തേണ്ടതെന്ന്. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളവർ ഐ ആം റെഡി എന്ന് എഴുതുക. റെഡി എന്ന് എഴുതിയാൽ മാത്രം പോരാ, അതിലേക്ക് എത്തിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ വാക്കാണ് ഏറ്റവും വലിയ സത്യം, അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് 1 crore ഗോളിലേക്ക് ഈസി ആയിട്ട് എത്തുക. എല്ലാവർക്കും അത് എത്താൻ പറ്റും. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ അത് ഒരു ഗോള് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുവേണ്ടി വഴി തെളിയുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ 1 crore ഗോള് ചലഞ്ച് ഏറ്റെടുത്തവർക്ക് ബെസ്റ്റ് വിഷസ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു മില്യനെയർ ലെവലിലേക്ക് എത്തിയിട്ട് ടീച്ചറമ്മയുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരി വൺ.